അതെ ഇത് പോരട്ടാ. അമ്മച്ചി ആദ്യം നന്നാരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ലല്ലോ. വെറുതെ പഞ്ചസാര ഉപ്പ് തന്നെ ഉള്ളൂല്ലേ. പറ്റിക്കാൻ നിൽക്കാണ്. അമ്മച്ചീനെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്യം മൊത്തം സാമ്പത്തിക മാന്ദ്യമാണ്. എടാ ഇന്ത്യക്ക് മാത്രമൊന്നുമല്ല, അമേരിക്കക്ക് കിടക്കുന്നുണ്ട് സാമ്പത്തിക മാന്ദ്യം. ഉണ്ട്. ആ പിന്നെന്താണ്? സ്കൂളിൽ പോയവർ മാറിയതുകൊണ്ടാണ്. സ്കൂളിൽ പോയവരൊക്കെ നേതൃത്വത്തിൽ നിന്ന് മാറിയല്ല. ശരി, എന്തിനപ്പൊ ഇനി സ്കൂളിൽ പോണ്? കുട്ടി നീക്ക് ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ടോ? വേറെ ഒരു പണിയില്ല. ഓ സുഖല്ലേ? സുഖായിരിക്കണേ. ഓക്കെ ശരി ശരി. എന്താ പ്രമാണി? ആരാണ് ഇവൻ? അവനെ മനസ്സിലായില്ലേ? ഇവൻ നരേന്ദ്രൻ വലിയ ആളല്ലേ. ഇതാ ഇവന്റെ തുണക്കാരനാണ്. എടാ ചങ്ങായി, ശാരിക നരേന്ദ്രൻ കേട്ടില്ലേ? നാടക സമിതി ഉള്ളതാ. അതല്ലടാ, അച്ചാറ്. എടാ ശാരിക അച്ചാറില്ലേ, അയാളാണ് ഇതല്ലേ? അതിന്റെ ഓണറാണ്. പക്ഷെ ഇയാൾ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ ഇപ്പൊ. ഇപ്പൊ ഭയങ്കര യാത്രയിലാണ്, വിദേശ യാത്ര, ദുബായ് അവിടെ ഇവിടെ ഒക്കെ പോവും. പക്ഷെ അഹങ്കാരം ഉണ്ടാ പറഞ്ഞിട്ട് പോയത്. അതാക്കിയാവൻ പറഞ്ഞത്. എന്റെ കൂടെ ഈ 8ാം ക്ലാസ് വരെ പഠിച്ചവനാണോ. അന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടാത്ത അന്ന് 2 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരുത്തൻ പനാ അത്ര ഗതിയുടെ ഇരുന്ന് കളിക്കൂട്ടുകാരൻ ആശാന്റെ കണ്ട പത്രാസ് ഉണ്ട്, വരുന്ന പത്രാസ്. ആശാൻ ഈ ചടാല് സൈക്കിള് ഈ മുണ്ട് കുപ്പായി. നമുക്ക് ഇതാ മരത്തൊരു സൈക്കിളിന്റെ മുകളിൽ അച്ചാറും വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇതാ നമ്മുടെ അമ്മച്ചിയുടെ മരത്തെ പീടികയിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു ഇപ്പൊ ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ട് ഇപ്പം ഒരു സ്കൂട്ടറൊക്കെ വാങ്ങിയിട്ട് അതിന്റെ മുകളില് ഈ മറ്റേ വീഡിയോകൾക്കൊക്കെ ഈ ചെറിയ കുപ്പി അച്ചാറില്ലേ അത് കൊണ്ട് വിറ്റു തുടങ്ങി. പിന്നെ നോക്കിയപ്പോ കല്യാണങ്ങൾക്കും അങ്ങോട്ടും കൂടെ ഇപ്പൊ എന്താണ് ദുബായിലേക്കും അവിടെ കൂടെ ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആയില്ല. അത് ഇവന്റെ കഴിവൊന്നുമല്ല. എന്താ ഇവന്റെ കഴിവത്? പിന്നെന്താണ്? അവന്റെ ഭാര്യയുടെ കഴിവാണ്. അവന്റെ ഭാര്യ ഒറ്റ ഒരുത്തിയാണ് ഇപ്പൊ ഈ കാണുന്ന വളർച്ചയ്ക്ക് എല്ലാം കാരണം. ഇപ്പൊ ഇങ്ങനെ ഉഴപ്പി നടക്കല്ലായിരുന്നോ? ആ ഉഴപ്പിന്റെ ഇടയിൽ അവള് പറഞ്ഞു, ഏട്ടാ ഒരു കാര്യം ചെയ്യും, നിങ്ങള് പോയിട്ട് കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ട് വരി, ഞാൻ അതുകൊണ്ട് കുറച്ച് അച്ചാറിട്ട് തരാം. എന്നിട്ട് ആ അച്ചാറ് നിങ്ങളൊരു 10 ആൾക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അല്ല അത് ശരിയാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ഇതേമാതിരി സൈക്കിളുമ്പോ ചെറിയ രീതിയിൽ പീടികയിൽ കൊടുത്തു. അങ്ങനെ തുടങ്ങിയതാണ് ഈ പരിപാടി. ഇപ്പൊ കണ്ടില്ലേ, പാടർന്ന് പാന്തലിച്ച് വലിയ സെറ്റപ്പാ, പാണം കാറ്. എന്താണ് ആശാനെ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ? നമുക്ക് പൈസക്കാരനവനൊരു ഐഡിയ പറഞ്ഞുതരും. ഒന്നും മിണ്ടായിരടാ കുഞ്ഞൂട്ടാ. പറഞ്ഞോട്ടെ, അനക്കെന്താണ്? എന്തിനാ വെറുതെ ഭ്രാന്ത് കേൾക്കണത്? അജ് പറയടാ. എന്റെ ആശാൻ, നമുക്കിപ്പോ 3 ഭാര്യമാരുണ്ടല്ലോ. അല്ല നമുക്കല്ല, വീട് ഇങ്ങോട്ട് 3 എണ്ണം ഉണ്ടല്ലോ. 3 ഭാര്യമാരെ വെറുതെ ടിവിയും കണ്ടിരിക്കുന്നു, കഞ്ഞിയും കറിയും വെച്ചിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു അച്ചാറ് കമ്പനി തുടങ്ങാം. നമുക്ക് പണി മേലും കൈ പണിയില്ല, അവരുണ്ടാക്കി കൊടുത്തോളും. നമ്മ അതെടുത്ത് പീടിയിൽ കൊണ്ട് വിറ്റിട്ട് പൈസയാക്കും. അപ്പൊ വലിയ പൈസക്കാരനാവും. നരേന്ദ്രത്തേട്ടന് ഒറ്റ ഭാര്യ ഉണ്ടാകുന്ന ഇത്ര പോരെ പൈസക്കാരനായത്. നമുക്ക് 3 ഭാര്യ, അപ്പൊ 3 ഇരട്ടി പൈസക്കാരാവൂലേ? ഇല്ലേ? ആലോചിച്ചോ. നീ വെറുതെ വേണ്ടാത്തോടത്ത് അച്ചാറ് തേക്കാൻ നിക്കണ്ട. അതെ, വേറൊരു കാര്യം കേട്ടോ, ഓൻ പറഞ്ഞിരിക്കും ഒരു കാര്യം തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് അലഞ്ഞു തിരിയണ സമയം അവരെയും കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, അച്ചാറെങ്കിൽ അച്ചാറ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതുമാതിരി ചെയ്താലേ നമുക്കൊരു ഇടനേരത്തുള്ളൊരു വർക്കായാൽ എന്തെങ്കിലും കായ് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് ചെയ്യാച്ചാ പിന്നെ അച്ചാറിനല്ലേ? എന്തെങ്കിലും ചെയ്യാച്ചാലും നല്ല അച്ചാറിനല്ലേ? ഇപ്പൊ ഓർക്ക് ഇതൊക്കെ ചെയ്യാച്ചെങ്കിൽ ഇപ്പൊ എന്താണ് നമുക്ക് ചെയ്താല്? ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ അച്ചാറ് കമ്പനി കൊണ്ട് തന്നെയല്ലേ അവൻ ഇത്രയും വലിയ ആളായത്. നമ്മള് തുടങ്ങിയാണെങ്കിൽ ഇവൻ പോണ ബാറിലേക്ക് കൊടുത്താൽ മതി, ടച്ചപ്പായിട്ട് കൊടുക്കാൻ അല്ലേ? നല്ല സാധ്യത ഉണ്ട്. അനക്ക് നല്ല കച്ചവടം ഉണ്ടാവും, ഇജ്ജ് ഇടക്ക് പോണല്ലേ. ഇപ്പൊ നമ്മ തുടങ്ങണ അച്ചാർ കമ്പനിയിലുണ്ടല്ലോ. തുടങ്ങി കമ്പനി തുടങ്ങിയോ? അല്ല വേണ്ടേ? ഇപ്പൊ നമ്മൾ അച്ചാർ കമ്പനി തുടങ്ങിയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെയും കൂടി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ഫോം ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അവരോട് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ. നമ്മൾ ഈ സാധാരണ പല കാര്യങ്ങളും അവരോട് പോയി പറഞ്ഞ് അനുവാദം മേടിച്ച് തുടങ്ങി എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ പോയി നമ്മൾ ഈ തലങ്ങണി മന്ത്രം പോലെ പറഞ്ഞാൽ ഇവര് നമ്മളെ വിശ്വസിക്കൂല, വരൂല. നമ്മൾ ഈ ഫോം ചെയ്യണ അച്ചാർ കമ്പനിനെ കുറിച്ച് വളരെ ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം. ഒരു ഗൗരവം ഉണ്ടാകണം. ഫാമിലി മീറ്റ് വിളിച്ചിട്ട് ഒരു അധ്യക്ഷൻ ഒരു സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മളുടെ കാഴ്ചപ്പാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. 2 ഗുണം, നമുക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, പുറത്ത് പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗ്യരാണെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും.
നടന്ന തിരക്കടൊന്നുമില്ല. ഇക്ക കുടുംബ സംഗമം എന്ന് പറയുമ്പോ ഇനി അമ്മായിനെ വിളിക്കണോ, മാമമാരെ അറിയിക്കണോ, കബീർക്കാനോട് പറയണോ, ഓരൊക്കെ ഇനി എപ്പ വരാനാണ്? എന്റെ മൂത്താപ്പാനെയും വിളിക്കണ്ട, എളാപ്പാനെയും വിളിക്കണ്ട, അമ്മായിനെയും വിളിക്കണ്ട. അത് അങ്ങനെ കൂടുന്ന കുടുംബ സംഗമം അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബക്കാരെ വിളിക്കണ്ടേ? എന്നാ ആ കുടുംബക്കാരല്ലാന്നേ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബം ഏതാണ്? നമ്മുടെ 3 പേരുടെ കുടുംബം എന്ന് പറഞ്ഞ ഏതാണ്? ഒന്ന് വാസുട്രയും ജോസുട്രയും പിന്നെ നമ്മുടെ 3 കുടുംബം. ആ വേണ്ടപ്പെട്ട കുടുംബമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കുടുംബ സംഗമം ആവൂല. അത് സുഹൃത്ത് സംഗമോ അല്ലെങ്കിൽ സ്നേഹ സംഗമോ? എന്നുവെച്ച് സുഹൃത്ത് സംഗമെന്നോ സ്നേഹ സംഗമെന്നോ എന്താച്ചാ പറഞ്ഞു, അതൊന്നും ഇപ്പൊ പ്രശ്നമില്ല. ഇവിടെ സംഗമം ഉണ്ട്, അത്രയൊക്കെ അറിയുള്ളൂ. അപ്പൊ ഒരു കാര്യമുണ്ട്, തിന്നാനും കുടിക്കാനും ഉണ്ടാക്കാൻ എന്നോട് പറയരുത്. എന്താണ് തിന്നാനും കുടിക്കാനും? അല്ല, അതിപ്പോ ഒരു ദിവസം മുഴുവൻ അവിടെ കുടുംബ സംഗമാണെങ്കിൽ ഓർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ? കൊടുക്കണ ഒരാള് അല്ല. ഇതിപ്പോ തിന്നാനും കുടിക്കാനും അല്ലല്ലോ കുടുംബ സംഗമം എന്ന് പറഞ്ഞത്, കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ. അതെന്ത് കാര്യാണെന്ന് എന്നോട് പറയ്. എന്നോട് എന്തിനിപ്പ പറയണത്? മീറ്റിംഗ് അതിനല്ലേ വെച്ചേക്കണത്, അവിടെ അല്ലേ പറയാ. അല്ല, ഇന്നോട് പറഞ്ഞോ, ഞാൻ അറിയാത്ത പോലെ ഇരുന്നോളാം. അറിയാത്ത പോലെ ഇരുന്നാലും അത് അഭിനയിക്കാന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അറിയാത്ത പോലെ ഇരിക്കണ ഒരാള്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ അവിടെ മീറ്റിങ്ങിന് വരുമ്പോ കാര്യങ്ങളൊക്കെ പറയാപ്പിച്ച് കേട്ടാ മതി. എന്തിനിപ്പ എന്നോട് പറഞ്ഞ? അപ്പൊ മീറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇജ്ജ് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ തക്കാളി തിന്നു. എടുത്ത് വെച്ചത് എത്ര ഈ മേടിച്ചു വെക്കണത്? വർത്താനത്തിന്റെ ശ്രദ്ധിച്ചില്ല ഞാനേ. ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ വന്ന് നനച്ചോണ്ട് നിൽക്കണ? പിന്നെ ആര് നനയ്ക്കും? ഞാനിവിടെ ഉണ്ടായല്ലോ, എന്നോട് പറഞ്ഞാ പോരാനത്. ഉണ്ടായാൽ മാത്രം പോരാ, വന്ന് നനയ്ക്കണോ ഇത്? അതേ, നാളെയാണ് നമ്മുടെ പരിപാടി. എന്ത് പരിപാടി? ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ, പരീക്കാടെ വീട്ടിലൊരു പരിപാടി ഉണ്ട്, നാളെ പോണോന്ന്. നാളെ എനിക്ക് വരാൻ പറ്റില്ല ചേച്ചാ, ഭയങ്കര തിരക്കാ. എന്ത് തിരക്ക്? അബുക്കയുടെ ഭാര്യ ഷാഹിദയില്ലേ, അവര് നാളെ ബ്യൂട്ടി പാർലറിൽ വരും. അവർക്ക് എന്തോ മുടി കേളി ചെയ്യണോന്നാ ഫേഷ്യൽ ചെയ്യണോന്നാ എന്തൊക്കെ പറയുന്നുണ്ട്. അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അവർക്ക് ഏതോ കല്യാണത്തിന് പോകാനാണെന്ന്. ഈ പർദ്ദയിട്ട് മൂടി പോച്ച് നടക്കണ ഒരു മുടിയും ശരിയാക്കി മുഖം പേശി ചെയ്തിട്ട് ആരെയാണ്? കണ്ണ് മാത്രമല്ലേ അവരുടെ പുറത്തുള്ളൂ. എന്തെങ്കിലും കാണുന്നുണ്ടല്ലോ, അതുപോലെ. എന്താ കാര്യം? പരിപാടി എന്താ? അല്ല, അത് നിനക്ക് ഉച്ച വെക്കുമ്പോ തീരൂലേ? അതെനിക്കറിയാൻ വയ്യ. പരിപാടി എന്താന്ന് പറ. പരിപാടി ഞാൻ പറയാ, നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോകേണ്ടത്. നീ ഉച്ചക്കുമ്പോ തീർത്ത് വരുവോ? നോക്കാം, ആദ്യം പരിപാടി പറയാം. പരിപാടി കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ എന്തിനാ? നീ വാ. അമ്മേ, ഞാൻ എത്ര നാളായി ഏട്ടനോട് പറയുന്ന ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചു തരാനായിട്ട്. നല്ല ഉണക്ക വിറവ് ഇനി ഉണക്ക വിറവ് വാങ്ങിച്ചോണ്ടെങ്കിൽ മതിയായിരുന്നു. പിന്നെയാണ് ഇനി ഗ്യാസ് സ്റ്റവ്. ഏട്ടാ, എത്ര നാളായി ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട്? ഗ്യാസ് സ്റ്റവ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, വരും. പിന്നെ വരാതിരിക്കുമോ? ഓർഡർ ചെയ്തിട്ട് വേണ്ടേ വരാൻ. നിങ്ങൾ രണ്ടുപേരും നാളെ ഇവിടെ ഉണ്ടാവില്ലേ? നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷെ ഒരു 11 മണി വരെ ഞങ്ങൾ ഇവിടെ കാണത്തില്ല. അല്ലേടി? അത് എവിടെ പോണു? അത് ഏട്ടാ, നാളെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്പലത്തിലേക്കല്ലേ? അത് കുഴപ്പമില്ല. ഒരു 11-11:30 ആകുമ്പോഴേക്കും എത്തും. അത് മതി, അത് മതി. എന്ത്? അമ്പലത്തിൽ പോവാണെങ്കിൽ ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചോളി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെയാ പോണത്. നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറി നേരെ വരാൻ. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ വേറൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടക്കാൻ കൂടി വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ. എന്തോന്ന കാര്യം? എന്ത് പരിപാടി? അല്ല, ഒന്നുമില്ല. നാളെ ഇവിടെ ഉണ്ടാവണം പറയാ. ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ, കുഴപ്പമില്ല. അല്ല, എന്താന്ന് വെച്ചാ കാര്യം പറയട്ടാ. ഒന്നുമില്ല. എന്തോന്നാ ഗുലുമാലുണ്ട്? ഒരു ഗുലുമാലും ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഗുലുമാലാക്കാതിരുന്നാ മതി. ഞങ്ങൾ പറഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അല്ലമ്മ കാര്യം പറ. ഒന്നുമില്ല. അത് പരീക്കുട്ടി ജോസൂട്ടിയൊക്കെ വരും, അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒന്ന് കൂടും, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആഹാരം കൊടുക്കണം. ആഹാരം? എന്തൊരു ആഹാരം? പിന്നെ ഈ ആഹാരം ഒന്നും വേണ്ട. ആകെ വേണമെങ്കിൽ പരീക്കൂട്ടം ഉണ്ടാക്കും. കാര്യം പറ. ഒന്നുമില്ല. അത് നാളെ പറയാം. ഇന്ന് പറയത്തില്ല. നാളെ പറയാം. നാളെ അറിയാൻ പോണ കാര്യമില്ലേ, പിന്നെ ഇപ്പൊ ഇന്ന് പറയണതിനാണ്. അല്ല, നീ ഒരു കാര്യം പറഞ്ഞാൽ അറിയാൻ വെപ്രാളമാണ് എന്തായിരിക്കും എന്നുള്ളത്.